പഠിക്കാൻ മിടുക്കനാണെങ്കിലും സാമ്പത്തിക പരിമിതികൾ കാരണം ഉന്നത വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്ന വിദ്യാർത്ഥികളുണ്ടോ? എങ്കിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ഒരു സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഡോക്ടർ ബി രവി പിള്ളൈ അക്കാദമിക് എക്സലൻസ് സ്കോളർഷിപ്പ്. കേരളത്തിൽ നിന്നുള്ള മിടുക്കരായ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം തുടരാൻ സാമ്പത്തിക സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. നോർക്ക റൂട്ട്സും RP ഫൗണ്ടേഷനും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ആർക്കൊക്കെയാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ കഴിയുക? എത്ര രൂപയാണ് ലഭിക്കുക? +1 വിദ്യാർത്ഥികൾക്കും ബിരുദ വിദ്യാർത്ഥികൾക്കും പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികൾക്കും ഒരേ തുകയാണോ ലഭിക്കുക? വിശദമായി നോക്കാം. കേരളത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികൾ മികച്ച അക്കാദമിക് പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം അവരുടെ ഉന്നത വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പലപ്പോഴും പ്രയാസകരമാകുന്ന സാഹചര്യവുമുണ്ട്. ഇത്തരം വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക പിന്തുണ നൽകുകയും അവരുടെ അക്കാദമിക് മികവിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് രവി പിള്ളൈ അക്കാദമിക് എക്സലൻസ് സ്കോളർഷിപ്പിന്റെ പ്രധാന ലക്ഷ്യം. പദ്ധതി ദീർഘകാല അടിസ്ഥാനത്തിൽ നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത്. അടുത്ത 50 വർഷത്തേക്ക് ആകെ 525 കോടി നീക്കിവെച്ചിട്ടുള്ള പദ്ധതിയിൽ ഓരോ വർഷവും 1500 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകാനാണ് ലക്ഷ്യമിടുന്നത്. 3 വിഭാഗങ്ങളിലായാണ് പ്രധാനമായും സ്കോളർഷിപ്പ് നൽകുന്നത്. ആദ്യത്തേത് ഹയർ സെക്കൻഡറി വിഭാഗം. ഈ വിഭാഗത്തിൽ 1100 വിദ്യാർത്ഥികൾക്ക് വീതം 50,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കും. ഇതിൽ കേരള സ്റ്റേറ്റ് സിലബസ് CBSE ICSE വിഭാഗങ്ങൾക്കായി നിശ്ചിത എണ്ണം സ്കോളർഷിപ്പുകൾ മാറ്റിവെച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് ഡിഗ്രി വിഭാഗമാണ്. ഈ വിഭാഗത്തിൽ 200 വിദ്യാർത്ഥികൾക്ക് 1 ലക്ഷം വീതം സ്കോളർഷിപ്പ് ലഭിക്കും. മൂന്നാമത്തേത് പോസ്റ്റ് ഗ്രാജുവേറ്റ് വിഭാഗമാണ്. ഇവിടെ 200 വിദ്യാർത്ഥികൾക്ക് വീതം 1.25 ലക്ഷം രൂപ സ്കോളർഷിപ്പ് നൽകും. അതായത് യോഗ്യത നേടുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന നിലവാരത്തിനനുസരിച്ച് 50,000 മുതൽ 1.25 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം ലഭിക്കാം. ഇനി ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ കഴിയുക എന്ന് നോക്കാം. പ്രധാനമായും കേരളത്തിലെ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ പദ്ധതി. വിദ്യാർത്ഥികൾ ഇന്ത്യയിലെ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരായിരിക്കണം. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 2.5 ലക്ഷം അല്ലെങ്കിൽ അതിൽ താഴെ ആയിരിക്കണമെന്നാണ് നിലവിലെ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നത്. അതുപോലെ മറ്റൊരു സ്രോതസ്സിൽ നിന്ന് 50,000 അല്ലെങ്കിൽ അതിൽ കൂടുതൽ സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സാധാരണയായി ഈ പദ്ധതിയിൽ അർഹതയുണ്ടാകില്ല. ഒരു വിദ്യാർത്ഥിക്ക് തന്റെ അക്കാദമിക് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുക. കൂടാതെ ഒരു കുടുംബത്തിൽ പരമാവധി 2 കുട്ടികൾക്ക് വരെ ആനുകൂല്യം ലഭിക്കാവുന്ന വ്യവസ്ഥയും നിലവിലെ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അക്കാദമിക് യോഗ്യത കൂടി നോക്കാം. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിലവിലെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് എല്ലാ വിഷയങ്ങളിലും A+ നേടിയിരിക്കണം. CBSE ICSE വിദ്യാർത്ഥികൾക്ക് 90% അതിൽ കൂടുതലോ മാർക്ക് ആവശ്യമാണ്. ഡിഗ്രി വിഭാഗത്തിൽ 1ാം വർഷത്തിലോ 2ാം വർഷത്തിലോ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാധാരണയായി 85% അതിൽ കൂടുതലോ മാർക്ക് ആവശ്യമാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് വിഭാഗമാണെങ്കിൽ 2ാം വർഷ PG വിദ്യാർത്ഥികൾക്കാണ് പ്രധാനമായും പരിഗണന. സയൻസ് വിഭാഗത്തിൽ 80%, ആർട്സ് കൊമേഴ്സ് ലോ വിഭാഗത്തിൽ 75% എന്നിങ്ങനെയാണ് നിലവിലെ അക്കാദമിക് മാനദണ്ഡങ്ങൾ. എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്കോളർഷിപ്പിന്റെ വിഭാഗം, യോഗ്യത, മാർക്ക് മാനദണ്ഡം, വരുമാന പരിധി, അപേക്ഷാ തീയതി തുടങ്ങിയവ ഓരോ വർഷത്തെയും ഔദ്യോഗിക വിജ്ഞാപനത്തിനനുസരിച്ച് മാറാൻ സാധ്യതയുണ്ട്. അതിനാൽ അപേക്ഷിക്കുന്നതിന് മുൻപ് നോർക്ക റൂട്ട്സിന്റെ ഔദ്യോഗിക പോർട്ടലിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ മാർഗനിർദ്ദേശങ്ങൾ പരിശോധിക്കണം. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് നോക്കാം. അപേക്ഷകർ ഔദ്യോഗിക സ്കോളർഷിപ്പ് പോർട്ടലിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ പൂർത്തിയാക്കി പ്രൊഫൈൽ സൃഷ്ടിക്കുകയും ആവശ്യമായ വിവരങ്ങളും രേഖകളും സമർപ്പിക്കുകയും വേണം. അപേക്ഷ സമർപ്പിക്കുമ്പോൾ വിദ്യാർത്ഥിയുടെ അക്കാദമിക് രേഖകൾ, വരുമാന സർട്ടിഫിക്കറ്റ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തുടങ്ങിയ രേഖയും ആവശ്യമായി വരാം. സ്കോളർഷിപ്പ് ലഭിക്കുന്ന വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിലേക്ക് തുക ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അഥവാ DBT സംവിധാനത്തിലൂടെ നേരിട്ട് കൈമാറുന്നതാണ് നിലവിലെ പദ്ധതി രീതിയെന്ന് ഔദ്യോഗിക വിവരങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് ഉയർന്ന മാർക്ക് മാത്രം മതിയാകില്ല. കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും മറ്റ് യോഗ്യതാ മാനദണ്ഡങ്ങളും പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് അപേക്ഷിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ അക്കാദമിക് യോഗ്യത, കുടുംബ വാർഷിക വരുമാനം, മറ്റ് സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നുണ്ടോ എന്നത്, പഠിക്കുന്ന സ്ഥാപനത്തിന്റെ അംഗീകാരം തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കണം. അപേക്ഷാ തീയതികളും യോഗ്യതാ മാനദണ്ഡങ്ങളും വർഷം തോറും മാറാൻ സാധ്യതയുള്ളതിനാൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളെയോ മറ്റ് അനൌദ്യോഗിക വിവരങ്ങളെയോ മാത്രം ആശ്രയിക്കാതെ നോർക്ക റൂട്ട്സിന്റെ ഔദ്യോഗിക വിവരങ്ങൾ പരിശോധിച്ച ശേഷം മാത്രം അപേക്ഷിക്കുക. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക പരിമിതികൾ തടസ്സമാകാതിരിക്കാൻ
സഹായിക്കുന്ന ഇത്തരം സ്കോളർഷിപ്പ് അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക. പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.